ഞാൻ ഇതിലൊരു സാധനം കാണിച്ചു തരാം മക്കളെ, കാട്ടിത്തരാം, കണ്ടോളി. എല്ലാരും കാത്തിക്കണ സാധനമാണിത്. ഈ ഒരു കാര്യം ദാ 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 കണ്ടോ, കണ്ടോളി. കണ്ടു അച്ഛമ്മേന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ മക്കളെ. നിങ്ങള് എങ്ങനെയുണ്ട്? അച്ഛമ്മ എങ്ങനെയുണ്ട്? ഇപ്പൊ അച്ഛമ്മ പറഞ്ഞ സുന്ദരിയാണെന്നുള്ള മനസ്സിലായില്ലേ? അച്ഛമ്മ സുന്ദരിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ മക്കളെ? ഇഷ്ടപ്പെട്ടോ? ആ കേട്ട അച്ഛമ്മക്ക് സന്തോഷായി. സന്തോഷായി. വയസ്സായ അച്ഛമ്മയല്ലേ പറയണത്? അയ്യോ, അന്ന് ഇങ്ങനെയായ ഞാനാണ്, ഇന്നിപ്പോ കുറഞ്ഞന്റെ മാതിരിയായി. വയസ്സായപ്പോ ഇപ്പോഴും നല്ലതാണ്, ഇപ്പോഴും സുന്ദരിയാണ്. ആ നേരാണ്, ഇപ്പൊ സുന്ദരനാണ്, സുന്ദരിയാണ്. എല്ലാരും പറയില്ലേ സുന്ദരിയാന്ന്? അന്ന് സുന്ദരിയായിരുന്നു. ഇതിലും ഭംഗിയായിരുന്നു മോളെ, ഇതിലും ഭംഗിയായിരുന്നു. ഇതിന്റെ ഇപ്പൊ അത്ര ഇല്ല. ആ ഇന്നിപ്പോ അത്ര ഇല്ലെങ്കിലും കൊല്ലം പോയി, തലയിൽ നരച്ചു. അന്നേ എനിക്ക് കറുത്ത പോട്ടിനോടാണ് ഇഷ്ടം. അപ്പൊ ഇതുപോലെ ഉണ്ടോ എന്നെ കാണാൻ? ഇത്രയും ചണ്ടിയായി പോയില്ലേ? ചണ്ടി പല്ലും പോയി, കണ്ണുമില്ല ചെവിടുമില്ല, നടക്കാനും വയ്യാണ്ടായി. ഇങ്ങനെ ആയി. മുടി നരച്ചു, തോലും ചുളിഞ്ഞു, കണ്ണും കാണാനില്ല, നടക്കാനും വയ്യ. അങ്ങനെ ആയിപ്പോ ഈ മുത്തശ്ശിയാണ് ഇപ്പൊ അത്. കണ്ണും ചീരയൊക്കെ നോക്കിയേക്കണം, നല്ല ഭംഗിയാണ്. ഇത് അന്നത്തെ മാതിരി ഇല്ലപ്പോ. അന്നൊക്കെ എന്താ എല്ലാവർക്കും എന്നിട്ട് അസൂയാണ് എന്നെ കാണുമ്പോ. ആ ഓ വല്ലാത്തൊരു സുന്ദരിയാണ്, വല്ലാത്തൊരു സുന്ദരിയാണെന്നറിയാം. ആ സുന്ദരി ഞാൻ ആക്കിയതല്ലല്ലോ, എന്നെ ദൈവം ആക്കിയതല്ലേ എന്നിട്ട് ഞാന് ഞാൻ അമ്മ അങ്ങനെ തന്നെയായിരുന്നു. അമ്മ പുറപ്പെട്ടൊരു വഴിക്ക് പോവാൻ പുറപ്പെട്ടാൽ എന്താണെന്നറിയോ? സുന്ദരി തന്നെ. ഇപ്പൊ അച്ഛനോ, അച്ഛൻ നല്ലൊരാളായിരുന്നു. അച്ഛൻ്റെ ഫോട്ടോ കിട്ടിയില്ലല്ലോ, ഫോട്ടോ ഇല്ല. മാമേൻ്റെ അടുത്ത് ഉണ്ടോക്കെ അറിയില്ല. ഇല്ല, അന്ന് ഫോട്ടോ ഇല്ല. അന്നൊരു ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ പോവില്ലല്ലോ, സ്റ്റുഡിയോയിലേക്ക് പോവില്ലേ. എമ്മത്ത് പാടിയ പുറത്തിറങ്ങില്ല, അമ്മ പോവും. അമ്മേന്റെ ഫോട്ടോ മാമേൻ്റെ അടുത്തുണ്ട്. ഇത് എന്ന് പോയി എടുത്തതാ? ഇത് എന്നെടുത്ത ഫോട്ടോയാ? ഇത് കല്യാണമൊക്കെ കഴിഞ്ഞ ലക്ഷം എടുത്തതാണ്. അതല്ല, എവിടെ പോയി എടുത്തതാ? അത് രാനാട്ടിലെ, അന്ന് രാനാട്ടിലുണ്ടല്ലോ, ഒന്നെടുത്തതാ. ഇപ്പൊ ഇതൊക്കെ കാണാൻ ഇതെത്താ മുടി എന്നൊക്കെ പറയാ. ഈ കറേനെ എന്ത് മുടിയാന്നറിയോ? ചുരുണ്ട മുടി പൊടിയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മള് ഇത് മാതിരി ഉണ്ടായിരുന്നു, ചുരുണ്ട്. ആ എയർപിൻ ഇങ്ങനെ കുത്തിയിടും ഇവിടെ ഇവിടെയൊക്കെ. അതൊക്കെ ഉണ്ടെന്ന്, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെയൊക്കെ കുത്തിയിടും, അങ്ങോട്ട് പോങ്ങില്ല. മക്കളെ തലമുടിക്ക് എന്തൊരാശയാണ് അച്ഛനെന്നറിയോ? മാടി നന്നാക്കി പേനൊക്കെ പോക്കി ഒക്കെ നല്ല അന്തസ്സാക്കും എൻ്റെ അച്ഛൻ. അച്ഛന് ഭയങ്കര പെൺകുട്ടികളെ തലമുടി ചാല്. അച്ഛനാണ് എത്രയാണ് മുടിയൊക്കെ മാടി എന്താണ് വെട്ടിക്കളയാൻ സമ്മതിക്കില്ല. ഒരു മുടി കൊഴിയുണ്ട് കണ്ടൂടാ. എള്ളാട്ടി എണ്ണ മോളെ തേക്കുക. എള്ളാട്ടി എണ്ണ തേച്ച മുടിയാണിത്, നോക്കയ്യേ. എള്ളാട്ടി എണ്ണ തേച്ച മുടിയാ. ഞാൻ പിടിക്കാം. അത് എള്ളാട്ടി എണ്ണ തേച്ച മുടിയാണ്, കറുപ്പ്. എള്ളാട്ടി എണ്ണ തേച്ച മുടി ഇങ്ങനെയാവും, വേറെ ഒന്നും തേക്കണ്ട. പിന്നെ വെള്ളയിലത്താളി, വെള്ളയില കൊണ്ടുവന്ന് വാട്ടി പിഴിഞ്ഞ് അതാ തേക്കുക. എന്നിട്ട് കുളത്ത് പോയി മുങ്ങിയ കുളിച്ച് ഒലുമ്പി കൊഴുപ്പൊക്കെ പോക്കി വരിക. അറിയാം? ഇതാ കണ്ടോ, കറുത്ത മുടി കണ്ടില്ലേ? ഇതാ ഇത്രയ്ക്ക് ഉണ്ടായിരുന്ന മുടി, ഇത്രയ്ക്ക്. അവിടെ നാട് ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല, അപ്പോഴേക്കും മുറിച്ച് കളയും. അത് ആദ്യത്തെ മുടി തന്നെ ഇല്ല. ആദ്യത്തെ മുടിയൊക്കെ അപ്പം നാടിൻ്റെ പച്ചം വെട്ടി കളഞ്ഞു വേണ്ടായപ്പോൾ. അതൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ രണ്ടാമത് വന്നതാ. എന്നിട്ട് ആ മുടി വെട്ടിക്കളഞ്ഞിട്ട് ഇങ്ങനെ വെയിലത്തിൽ കൊണ്ടുപോയി ഈ കാഞ്ഞിരക്കുറ്റീൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടിട്ട് ഞാൻ അങ്ങനെ പോയി നോക്കും. എന്നിട്ട് അത് കാണാൻ എനിക്ക് സങ്കടമാണ്. ഇത്ര ഓരുണ്ട് മുറിച്ചിട്ടിട്ട്. എന്നിട്ട് ഞാനിങ്ങനെ പോയി നോക്കും. ഓ എൻ്റെ മുടിയാണല്ലോ അത്, എൻ്റെ മുടിയാണല്ലോ എന്ന് എനിക്ക് സങ്കടം വരും. സോപ്പ് തേക്കില്ല, വെള്ളിയില കൊണ്ടുവന്ന് വാട്ടി അത് മാത്രമേ തേക്കുള്ളൂ. എന്നോട് ചീത്ത പറയും. ഷാമ്പു തേച്ചൂടായിരുന്നോ? ആ അന്ന് ഷാമ്പു അല്ലാണ്ട് ഒന്നുമില്ല. ഷാമ്പു അന്ന് മോളെ ഒരു തിരുമ്പണ സോപ്പില്ല അക്കാലത്ത്.
കുട്ടിയാക്കുമ്പം ചെറുപ്പത്തിൽ ഫോട്ടോ എടുക്കൽ പതിവില്ല ഇവിടെ ഇല്ല. അന്നൊന്നും പോട്ടല്ലേ നീ, അന്നൊന്നും പോട്ടല്ല, കോട്ടാണ് കോട്ട് അല്ല. ഒരു കല്യാണത്തിനും കൂടിയില്ലേ ഒരു ഫോട്ടോ എടുക്കല്, കേട്ടല്ലേ. ഇത് ഒരു ഇത് 40 വയസ്സ് എടുത്ത ഫോട്ടോണ്. അന്നൊരു ഫോട്ടോ പിടിച്ച് എവിടെയാണ് ഫോട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങാടി ഇതിൽ വല്ലതും കഴിക്കുന്ന സമയമാണെങ്കിൽ മുതൽ വിൽക്കേ വാങ്ങേ ഒക്കെ ആണെങ്കിൽ പറക്കിൽ പോകും. അങ്ങനെ ഫോട്ടോ കൊണ്ട് കൊടുക്കണം. അതൊക്കെ അന്ന് അങ്ങനെയൊക്കെ ഉള്ളൂ. എന്നാ മൊബൈലിൽ ഒരു സെൽഫി എടുത്തുകൂടായിരുന്നോ? മൊബൈലിൽ എടുത്തുകൂടായിരുന്നോ ഒരു സെൽഫി? മൊബൈലല്ല, കോമ്പൈലാണ് മൊബൈല്. അയ്യാ, അച്ഛന് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അച്ഛൻ. ആ അതല്ലേ ഉണ്ടോ ഇത്. അപ്പൊ അച്ഛന് എത്ര വയസ്സുണ്ടായിരുന്നു? 10 20 25. അന്ന് 25 വയസ്സല്ല കല്യാണം. അതെയോ? ആൽമേല് കഴിക്കല്ലേ, വേറെ കഴിച്ചിട്ടില്ലല്ലോ. ആലുമേലെ പറഞ്ഞാലൊന്നും നവോജങ്ങളോടൊന്നും പറഞ്ഞൂടെ. എന്താ ആൽമേല് കഴിക്കാൻ തന്നെ പുതിയതായിട്ട് കഴിക്കല്ലേ, അച്ഛനും അമ്മയ്ക്ക് നല്ലയിടത്ത് കാണാൻ. അതാണ് ആൽമേല് കഴിക്കുക എന്ന് പറയുന്നത്. ആ, നിങ്ങൾ ആരും അത് കേട്ട് നോക്കിയിട്ടില്ലേ? അറിയാം. ഞങ്ങൾ ന്യൂ ജനറേഷൻ അല്ലേ? ന്യൂ ജനറേഷൻ അല്ലേ? ന്യൂ ജനറേഷൻ അല്ലേ? ഒന്നും പറയാൻ അറിയില്ല മോളെ. പറഞ്ഞോ, ന്യൂ ജനറേഷൻ. ന്യൂസോ? ഇതിലാരാ മേക്കപ്പ് ചെയ്തെന്ന്? ഇതിലാരാ ഒരുക്കി തന്നത്? ഏത്? ഈ ഫോട്ടോയില് ഒരുക്കി തരേ? ആരും ഒരുക്കി തരാ, അച്ഛൻ ഒരുക്കി തന്നെ. എന്തൊക്കെ ചെയ്തു? പൗഡർ ഇട്ടോ? പൗഡർ അന്ന് പൗഡർ അല്ലാണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പൗഡർ ഒന്നുമില്ല. ഒരു പൊട്ട് തൊടണമെങ്കിലേ നിലത്ത് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ആക്കിയിട്ട് തൊടുക, നല്ല കൈ കൊണ്ട്. ആ, അന്നേരത്തെ അങ്ങനെ ആയിരുന്നു. അന്ന് അച്ഛമ്മയൊക്കെ കഷ്ടപ്പെട്ട് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ. ഇതിൽ കണ്ണെഴുതിയിട്ടുണ്ടല്ലോ. ഇതിൽ കണ്ണു എഴുതിയിട്ടുണ്ടല്ലോ. നോക്കട്ടെ. ഇതാ ഇതിൽ കണ്ണെഴുതാൻ. ആ, കണ്ണെഴുതും ഞാൻ ഞാൻ ഉണ്ടാക്കിയതല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉണ്ടാക്കണതാണെന്ന്. ഉണ്ടാക്കിയിട്ട് ഞാനത് ഇത്ര പോകുന്ന അളുക്കുണ്ടാവും വട്ടത്തിലുള്ള കേട്ടോ. എന്നിട്ട് അത് പച്ചയോലേൻ്റെ അത് മുറിച്ച് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ എടുക്കും വാഴപ്പോളയിൽ നിന്ന്. എന്നിട്ട് അതൊക്കെ ഇതിലിട്ടേക്കും. എന്നിട്ട് നല്ലെണ്ണ തൊട്ടിട്ടാണ് ഇതിലാക്കുക. എന്നിട്ടാണ് അന്ന് എഴുതി എങ്ങനെയാ കണ്ണിലിങ്ങനെ ഇങ്ങോട്ട് നീക്കടിയ കണ്ണൊരുപോലെ അമ്മ പറയും കണ്ണ് എഴുതുമ്പോൾ ഉണ്ണി അറിയണമെന്ന് പറയും. കണ്ണിൽ ഉണ്ണി അമർത്തി എഴുതണം എന്ന് പറയും. അങ്ങനെ ഇങ്ങനെയാക്കും. അങ്ങനെ എന്നിട്ട് 2 കൈ കൊണ്ട് എഴുതും. കൈ കൊണ്ട് കണ്ണെഴുതും, കൈ കൊണ്ട് കണ്ണെഴുതും. എന്നിട്ട് ഇങ്ങോട്ടൊക്കെ ആക്കി വെച്ചാൽ മുണ്ട് നനച്ചിട്ട് കണ്ണ് മുറുക്കി ചിമ്മും. എന്നിട്ടൊക്കെ തുടയ്ക്കും. ഒക്കെ തുടച്ച് പോക്കും. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ ചെന്നിട്ട് കൊത്തി വലിക്കും മക്കള്. ആ, എന്തൊക്കെയാ പറയാന്നറിയാ. അപ്പൊ ഞാൻ പറയാ ഇതേമാതിരി ഇങ്ങൾക്കും ഉണ്ടാക്കാം. അതുപോലെ എനിക്ക് തന്നെയൊന്നല്ല വയ്ക്കുക, ഇങ്ങൾക്കും ഉണ്ടാക്കിക്കൂടെ എന്നറിയാം. എന്നാലും വാങ്ങില്ലേന്നോ, വാങ്ങിയിട്ട് ചെയ്യില്ല. ഇതിന് കേടില്ലല്ലോ. തുണി നല്ലെണ്ണയിൽ നനയ്ക്കുക, നല്ല തുണി, വെള്ള തുണി. എന്നിട്ട് അത് വെയിലത്തിട്ട് ഉണക്കും. എന്നിട്ട് ഇങ്ങനെ തിരി തരയ്ക്കും പോലെ ഇങ്ങനെ തരച്ചിട്ട് വണ്ണം ഉണ്ടാവും. ഈ വണ്ണം ഉണ്ടാവും. അത് ഞാൻ കത്തിക്കുക. എന്നിട്ട് ഈ വാഴപ്പോള ഞാൻ പറഞ്ഞില്ലേ അത് മുറിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഇത് കത്തിച്ചിട്ട് ഇങ്ങനെ അത് തീരുന്നത് വരെ ഇങ്ങനെ ആക്കും. അപ്പം നോക്കുമ്പോൾ എന്താ കറി ഉണ്ടാവും. എന്നിട്ട് ഞാൻ പറഞ്ഞ ഈ ഓലേനെ ആക്കി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വടിച്ചിട്ട് ഒക്കെ അതിലാക്കി വയ്ക്കും. അമ്മയും അങ്ങനെ എഴുതും, ഞാനും എഴുതും. ഞങ്ങൾക്കല്ലേ വേണ്ടു. അതിനോട് കണ്ണിന് കേടില്ല, കേടില്ല. ഇപ്പോഴും കണ്ണാട വയ്ക്കുമ്പോഴേക്കും അധികം മോഡൽ തോന്നും. കണ്ണാട വെച്ചില്ലെങ്കിൽ പിന്നെയും കുറേ കരുത്. ഇപ്പം ഈ കണ്ണിനാണ് അധികം. 10 ആയില്ലേ. ഇതേമാതിരി കമ്മലുണ്ടായിരുന്നു. എന്ത് കമ്മലത്? കമ്മലില്ല കാതില് കണ്ടല്ലേ? കമ്മലുണ്ടോ? ആ ഉണ്ട്. എന്നിട്ട് മറ്റുള്ളവർക്കൊക്കെ അസൂയാണ് എന്നെ കാണുമ്പോ. എന്തിനാ? ഓളൊരു വല്ല പത്രാസ്, ഓള് വലിയ സുന്ദരി ഇങ്ങനൊക്കെ പറയും. അസൂയല്ലേ? അതെവിടെ ഉണ്ടല്ലോ, അത് ആൺകുട്ടികളല്ല.
ആൺകുട്ടികൾ പറയുന്നതാ. ആൺകുട്ടികൾ എന്താ പറയാ? ആൺകുട്ടികൾ പറയാനോ ഓൽക്കെന്താ? ഓലൊന്നും പറയൊന്നുമില്ല. അച്ഛമ്മ പണ്ടേ ചെറുപ്പത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ ആൺകുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി നിക്കുവോന്ന്. ഇല്ലേ? അന്ന് അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ കാര്യമൊന്നുമില്ല. ആരും വന്നിട്ട് ഇങ്ങനെ ഇഷ്ടാന്ന് പറയൊന്നുമില്ല. മുടി അങ്ങനെ ചുറ്റിക്കൊണ്ട് തന്നെയായിരുന്നു. നല്ലോണം മുടി ഉണ്ടായിരുന്നു. അച്ഛന് മുടിയെന്ന് വെച്ചാൽ ജീവനാണ്. മക്കളെ മുടിയെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനെ വെളിച്ചെണ്ണ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വയ്ക്കും. എന്നിട്ട് പല കേട്ട അവിടെ ഇരുന്ന് കൈ കൊണ്ട് മാടി വൃത്തിയാക്കി ചീർപ്പെടുത്ത് ഒക്കെ ചീന്തി പേനൊക്കെ ഒളിവാക്കി അങ്ങനെയൊക്കെ എടുക്കും എൻ്റെ അച്ഛൻ. അറിയാം, തലമുടി ഇപ്പം ഭയങ്കരമാണ്. തലമുടിയാണ് കുട്ടികളെ മുഖത്തേക്ക് ഐശ്വര്യം. തലമുടിയാണ് മുറിച്ച് കളയരുത്. അച്ഛനും നല്ലോണം മുടി ഉണ്ടായിരുന്നു. ചുണ്ട് കൊണ്ട്. അച്ഛനോ? എൻ്റെ അച്ഛന് നല്ലോണം മുടി ഉണ്ടായിരുന്നു. ജിത്തായി പറയണു ഇവിടില്ല ആപ്പിളിട്ട നിറയുന്നു എൻ്റെ അച്ഛൻ. ചുമപ്പായിരുന്നു, ചുവപ്പ് നിറയുന്നു. ഇത്രയ്ക്കും ചോരപ്പറ്റുള്ള സമയമാണ്. അത് തടിയുണ്ടായിരുന്നു കേട്ടോ. അമ്മയോ? അമ്മ അതിലും സുന്ദരിയായിരുന്നു. ഇത് എന്തെടുത്ത ഫോട്ടോയാ? 35-40 ഉള്ളൂ. ആ സമയത്ത് എടുത്തതാണ്. 10-15 വയസ്സിലെ ഫോട്ടോ ഒന്നുമില്ല. അന്നൊരു ഫോട്ടോ എടുക്കലില്ല. അന്ന് എവിടെയില്ല, സ്റ്റുഡിയോ ഇല്ല, എവിടെയില്ല ഒരു ഫോട്ടോ എടുക്കണേ. പഞ്ചായത്തില്ല. പഞ്ചായത്തിലാണ് ഫോട്ടോ എടുക്കുക. കല്യാണ സമയത്ത് കൂടില്ല ഒരു ഫോട്ടോ എടുക്കല്. അന്ന് കല്യാണമൊക്കെ വീട്ടിൽ നിന്നല്ലേ, അങ്ങനെയല്ലല്ലോ. അതന്നെ രാത്രി. ഇപ്പം നോക്കും മക്കളെ, പണ്ടത്തെ ഞാൻ തന്നെയാണല്ലോ ഇപ്പോൾ അത് ഇല്ലേ. അന്നൊക്കെ എന്തായിരുന്നു അസൂയാണുള്ള എന്നെ കാണുമ്പോഴേക്ക് തലമുടി. ഓ വല്ലാത്ത സുന്ദരിയല്ലേ എന്നറിയുന്നിട്ട്. എന്നിട്ട് മോൻ്റെ അച്ഛനോട് പറയും ചിലരൊക്കെ, എടാ എനക്ക് കിട്ടേണ്ടതല്ലായിരുന്നു അത്. അയ്യോ, ചിലരൊക്കെ പറയുന്നതാ. 94 ഇങ്ങനെ നിലയിൽ നിൽക്കുകയാണ്. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എവിടെയെങ്കിലും കേൾക്കാനുണ്ടോ? ഇല്ല. 94 96 96 അല്ല 94. കൺഫ്യൂഷൻ. ഇതുപോലെ എത്ര മാറിപ്പോയി ഇപ്പം അച്ഛമ്മ വയസ്സായപ്പോൾ. അതുപോലെയാണോ ഇപ്പം ഞാൻ? അല്ല, അതിപ്പോൾ ആരും അങ്ങനെ തന്നെയാണ് വരിക. എല്ലാവരും അങ്ങനെ തന്നെയാണ് വരിക. മുടിയും പോയി, പല്ലും പോയി, നടക്കാനും വയ്യാണ്ടായി. അച്ഛനും ഇല്ല, ഭർത്താവും ഇല്ല, അമ്മയില്ല, ആരുമില്ല, മോളും ഇല്ല, മോനും ഇല്ല. എല്ലാവരും പോയി ഇന്നെ ഒഴിവാക്കി. എന്താ ഉള്ളൊരു സുഖം? ഒന്നുമില്ല. അങ്ങനെ കഴിയണം. എത്ര വയസ്സാകുമ്പോഴാ? ഒരു 40-45 വയസ്സ് അത്രയേ ഉള്ളൂ. 45 വയസ്സാണോ? 45 ഇപ്പൊ കണ്ടാൽ തന്നെ തോന്നില്ല. ഇപ്പൊ കണ്ടാൽ തന്നെ 45 തോന്നില്ല. ഇപ്പൊ കണ്ടാൽ തന്നെ തോന്നില്ല. ഇപ്പൊ എത്രയാ തോന്നണോ? ഒരു 19-20. 19-20. കഷ്ടം. ഒക്കെ കഴിഞ്ഞല്ലേ, ഒക്കെ ഊരിപ്പോയതുണ്ടോ? അപ്പൊ മേലൊക്കെ ഒക്കെ ചുളിഞ്ഞു പോയി. വയസ്സായ പിന്നെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ആരും അങ്ങനെ തന്നെയല്ലേ. ഏത് തടിയുള്ളോലും ചുളി. എങ്ങനെയുണ്ട് മക്കളെ മുത്തശ്ശി? ഇനി എല്ലാരും കാത്തുന്നോളി. അച്ഛൻ്റെ ഫോട്ടോ ആയിട്ട് വരണ്ട്, കാണിച്ചു തരണ്ട്.